എനിക്ക് പേഴ്സണലി കാണാനും ചെയ്യാനും അത്രയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വീഡിയോ ആണ്. ഓക്കെ. ഇന്ന് ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ഈശ്വരാ, ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. Hey everyone, welcome back to my channel. ഇന്ന് ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. കുറെ നാൾക്ക് ശേഷം ഒരു വ്ളോഗ് ചെയ്യുന്നു. എനിക്കറിയാം, ആകെ ഈ അടുത്തായിട്ട് എൻ്റെ വീഡിയോസിൽ 2-3 കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുള്ളൂ. അതിൽ തന്നെ മിക്കപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു സജഷൻ ആണ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമെന്ന്. കാര്യം ഇത് ഞാൻ എൻ്റെ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കാണാനും ചെയ്യാനും അത്രയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വീഡിയോ ആണ്. അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് ഈ ഡേ ഇൻ മൈ ലൈഫ്. പക്ഷേ എനിക്കറിയാം, എൻ്റെ ഓഡിയൻസിൽ കൂടുതൽ ആൾക്കാർക്കും കാണാൻ ഇഷ്ടം ഇങ്ങനത്തെ ബ്ലോഗ്സ് തന്നെയാണ്. സോ ഞാൻ വിചാരിച്ചു, ഇന്ന് ആക്ച്വലി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഫുൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു സിമ്പിൾ നോർമൽ ഡേ, അത് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസം ഞാൻ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. ഈ ദിവസം ഫുൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഈ ദിവസം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാ വീടിന്റെ. അപ്പോൾ ഇന്നിപ്പോ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും, മാത്രമേ ഉള്ളൂ. സോ ഇത്ര നേരം നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ വേഗം പോയി കണ്ടിട്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തിരുന്ന കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മാറ്റിയിട്ട് ഞാൻ പുതിയ പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു AM സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്, ഫ്രഷായി. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്ലോ റെസിപ്പീൻ്റെ വാട്ടർമെലൺ ഗ്ലോ PHA+PHA പോർ ടൈറ്റ് ടോണറാണ്. ഈ ഒരു ടോണറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ഞാനങ്ങനെ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് കുറവായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് എൻ്റെ സ്കിൻ ഇടയ്ക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇടയ്ക്ക് പീൽ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലൊരു ഫീല്. അപ്പം ഇതിൻ്റെ ഈ ഒരു ടോണർ ഉണ്ടല്ലോ, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പം എനിക്കിത് ഇട്ട് കഴിയുമ്പം ഇത് ഫസ്റ്റ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊന്ന് അബ്സോർബായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒട്ടും സ്റ്റിക്കി അല്ല, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ടോണറായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ അവൈലബിൾ ആണോ എന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ നൈക്കയിൽ ചെക്ക് ചെയ്തപ്പം അവൈലബിൾ ആയിരുന്നില്ല. ഇതെനിക്ക് എൻ്റെ ചേച്ചി ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അവിടെയാണെന്ന് തോന്നുന്നു ഇത് അവൈലബിൾ. ഇൻ കേസ് എനിക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഷെയർ ചെയ്യാം. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല അധികം ഒരു ഹൈഡ്രേഷൻ തന്നിട്ടുണ്ട്. പെട്ടെന്ന് സ്കിൻ നല്ലൊരു ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആക്കി വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ AM സ്കിൻ കെയർ റൂട്ടീനിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. പിന്നെ ഈ ഗ്ലോ റെസിപ്പീൻ്റെ തന്നെ വാട്ടർമെലൺ നയസിനമൈഡ് ഡ്യൂ ഡ്രോപ്സ്, ഇതൊരു നയസിനമൈഡ് സീറമാണ് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സീറമാണ്. ഇന്ന് എനിക്ക് അത്ര ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വിറ്റമിൻ C ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ചില ദിവസം ഭയങ്കര ഡ്രൈ ആണെന്ന് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ വിറ്റമിൻ C സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സീറം മാത്രം യൂസ് ചെയ്യും. സോ ഇന്ന് ഞാൻ വിറ്റമിൻ C തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും കൂടെ ഞാൻ യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ലെയർ ചെയ്യാൻ വലിയൊരു താല്പര്യമില്ല. എസ്പെഷ്യലി ഭയങ്കര ഈ ഒരു ഹ്യൂമിഡിറ്റിയിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇട്ട് കഴിയുമ്പം സ്വെറ്റ് ചെയ്യുന്നതൊക്കെ കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 3 to 4 പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ 3 to 4 സ്റ്റെപ്സിൽ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ തീർക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വൈറ്റമിൻ C സീറമാണ്. ഇത് ആക്ച്വലി എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത ഒരു സീറമാണ്. അപ്പം എൻ്റെ ഒരു സ്കിൻ ടൈപ്പും എൻ്റെ സ്കിൻ കൺസേണും ഒക്കെ നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു സീറമാണ്. എനിക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സീറമാണ്. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഐ വുഡ് സജസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഇത് സൂട്ടബിൾ ആവോ എന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്യുക. ബ്ലൈൻഡായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയൊരു അഭിപ്രായമില്ല. കാരണം ഇത് ആക്റ്റീവ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണല്ലോ. സോ എല്ലാവർക്കും മേ ബി പറ്റണം എന്നില്ല. ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് എടുത്ത് യൂസ് ചെയ്യുമ്പോഴും നെക്ക് സ്കിപ്പ് ചെയ്യാൻ
നെക്ക് സ്കിപ്പ് ചെയ്യാൻ മറക്കണ്ട, അത് പറയാൻ വന്നത്. ഓക്കെ, ഇനി മോയ്സ്ചറൈസർ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് നാൾ ന്യൂട്രിജൻ ആൻഡ് ഹൈഡ്രോ ബൂസ്റ്റ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷം കുറേ നാൾ സെറ്റഫിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. സെറ്റഫിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ട്രാവലൊക്കെ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ സെറ്റഫിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു മോയ്സ്ചറൈസറാണ് ഇതൊരു ഓയിൽ ഫ്രീ നോൺ സ്റ്റിക്കി ഒരു മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം നല്ല ഹൈഡ്രേഷനും തരുന്നുണ്ട്. ഇനി ലെറ്റ്സ് യൂസ് സൺസ്ക്രീൻ. ഇതും ഞാൻ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു സൺസ്ക്രീനാണ്. കാരണം ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മാറ്റ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ വേണമെന്ന് പറഞ്ഞപ്പം എനിക്ക് സജസ്റ്റ് ചെയ്തൊരു സൺസ്ക്രീനാണ് ഇത്. എക്കോസ്ക്രീനിൻ്റെ SPF 50+ PA+++ വരുന്ന ഒരു സൺസ്ക്രീനാണ്. നല്ലൊരു ലോഷൻ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കായിരിക്കും ബെറ്റർ. ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. സോ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് തരാത്തൊരു നല്ലൊരു സൺസ്ക്രീനാണ്. ആക്ച്വലി ഇപ്പം നിങ്ങൾക്കൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മോയ്സ്ചറൈസർ പോലെയും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതായിരുന്നു എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. വെയിറ്റ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. ഇത് വാസ്ലിൻ്റെ ഒരു നോർമൽ ഒരു ലിപ് ബാമാണ്. ഇത് ചെറിയൊരു ടിൻറ്റഡ് ലിപ് ബാമാണെന്ന് ചോദിച്ചാൽ ടിൻറ്റഡ് ലിപ് ബാം അങ്ങനെയല്ല, പക്ഷെ ചെറിയ നോർമൽ വാസ്ലിൻ്റെ ലിപ് ബാമിനേക്കാളും കുറച്ചുകൂടെ ഒരു കളറ് തരുന്ന ഒരു ലിപ് ബാമാണ്. ഇത് ആക്ച്വലി കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പിലെ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. പല സാധനങ്ങളും ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമെങ്കിലും ഫുഡ്വെയർ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്തായിട്ട് അതും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു ഫുഡ്വെയർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വേഗം വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഞാൻ മേടിച്ചൊരു ഫുഡ്വെയറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയുണ്ട്, സൈസ് കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. നോക്കിയിട്ട് ഒന്ന് തെറ്റിച്ച് നോക്കാം. ഇതാണ് ആ ഫുഡ്വെയർ. ഇങ്ങനെ ഗ്രീൻ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്ലാറ്റ്സാണ്. ഇമേജ് കണ്ട പോലെ ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. ഇട്ട് നോക്കി ഓക്കെയാണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ഓപ്ഷൻ ഉള്ളൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ അധികം നമുക്കിനി ഫുഡ്വെയറിനെ പറ്റി സംസാരിച്ചിരിക്കാണ്ട് ലഞ്ച് കഴിക്കാം. കാരണം 2-2:30 മണിയായി. എനിക്ക് നല്ല വിശക്കുന്നുമുണ്ട്. ഇന്ന് എനിക്ക് ലഞ്ച് എന്താണെന്ന് നിങ്ങളെയും കാണിച്ചു തരാം. ഇന്ന് എനിക്ക് ലഞ്ചിന് ചോറുണ്ട്, കൂർക്കയുണ്ട്, പിന്നെ ഇത് ചീര തന്നെയാണെന്ന് തോന്നുന്നു, ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറി ഇതിലുണ്ട്. പിന്നെ നമുക്ക് രസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് ലഞ്ചിന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ TV മുമ്പിൽ പോയി കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതത്ര നല്ല സ്വഭാവമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഫുഡ് കഴിക്കുന്നേക്കാളും കൂടുതൽ സമയം എടുക്കുന്നത് ഈ TV എന്ത് വെക്കുമെന്ന് ആലോചിച്ചിരുന്നിട്ടാണ്. എനിക്ക് ലഞ്ച് കഴിഞ്ഞ ഉടനെ കുറേ നേരം റിലാക്സ് ചെയ്യാനാണ് ഇഷ്ടം. അതായത് കുറച്ച് നേരം കിടക്കുക, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കുക, വെറുതെ ഇരിക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ ലഞ്ച് കഴിഞ്ഞ്
മാക്സിമം അങ്ങനെ ഭയങ്കര ഭാരപ്പെട്ട പണി അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട പണികളൊന്നും ഞാൻ വെക്കാറില്ല. പകരം കുറച്ച് ഡിഫിക്കൾട്ടാണെന്ന് തോന്നുന്ന ടാസ്ക്സ് ഒക്കെ ഞാൻ മോർണിംഗ് ഹാഫിലാണ് കീപ്പ് ചെയ്യാറ്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് ഞാൻ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാൻഡ്സിൻ്റെ പേയ്മെൻറ്റ് സ്റ്റേറ്റസ് ഒക്കെ നോക്കുക, അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് വർക്കായിട്ട് ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞാൻ ആക്ച്വലി എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് വാർഡ്രോബിൽ സ്റ്റോർ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. മിക്ക ദിവസവും ഭയങ്കര മെസ്സി ആയിരിക്കും. പക്ഷെ ഇടയ്ക്ക് എനിക്കൊരു മൂഡ് വരുമ്പോൾ ഫുൾ അങ്ങോട്ട് വൃത്തിയാക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ മൂഡ് വന്നൊരു ദിവസമാണ് ഇന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഫുൾ വാർഡ്രോബിൽ നിന്ന് ക്ലീൻ ആക്കാൻ പോകുന്നില്ല. പകരം ഞാൻ കുറച്ച് നാൾ മുമ്പ് മീസോന്ന് 2 ജൂവലറി ഓർഗനൈസർ വാങ്ങിയിരുന്നു. എൻ്റെ ജൂവലറി ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ പല പല ബോക്സസിലായിട്ട് എല്ലാം വളരെ റാൻഡംലി സ്റ്റോർ ചെയ്തിരിക്കുക. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പിക്ക് ചെയ്യണമെങ്കിലൊക്കെ കുറേ സമയം ഇരുന്ന് തപ്പേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി പറ്റുന്ന പോലെ ആ ജൂവലറിയുടെ ഏരിയ ഒന്ന് വൃത്തിയാക്കാമെന്ന്. സോ ഞാൻ കണ്ടപ്പോൾ ഇത് രണ്ടും വാങ്ങി. ഇതിലെനിക്ക് തോന്നുന്നു ജൂവലറിനെക്കാട്ടിലും ബെറ്റർ ലിപ്സ്റ്റിക്സും ഒക്കെ സ്റ്റോർ ചെയ്യുകയായിരിക്കും. ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങ് വാങ്ങിച്ചേ ഉള്ളൂ. ലെറ്റ്സ് സീ. പിന്നെ ഇതിലിങ്ങനെ ഒരു 3 സെക്ഷനായിട്ടാണ് വരുന്നത്. 3ലും നമുക്ക് ജൂവലറി സ്റ്റോർ ചെയ്യാം ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം ഏത് ജൂവലറി ഏത് സെക്ഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് എടുക്കാം. സോ നമുക്ക് ഇനി ആ പണിയിലേക്ക് കടന്നാലോ. ഇപ്പോൾ ഇതാണ് ഈ ഒരു ജൂവലറി മേക്കപ്പ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ. ഇതൊക്കെ എൻ്റെ ജൂവലറി ബോക്സസ് ആണ്. പ്ലസ് കുറച്ച് ജൂവലറി ഇതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലും കുറേ ജൂവലറി ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഞാനൊന്ന് ഇതിലേക്ക് ആക്കുമെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ആദ്യം ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ ഇയറിങ്സ് ഫുൾ ഈ ഫസ്റ്റ് സെക്ഷനിലേക്ക് വെക്കുകയാണ്. അതാണ് നോക്കുന്നത്. ഈ താഴത്ത് ഞാൻ അപ്പോൾ ബ്ലാക്ക് മെറ്റലിൻ്റെ തന്നെ 2 നെക്ക് പീസും വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ അധികം സ്റ്റോക്ക് ചെയ്യുന്നില്ല. എൻ്റെ എല്ലാ ബ്ലാക്ക് മെറ്റൽ സാധനങ്ങളും ഇതിലേക്ക് മാറ്റി. അപ്പോൾ ഇതിൽ ഞാൻ ജൂവലറി വെക്കുന്നില്ല. കാരണം ഇത് ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് എനിക്കെന്തോ ഇതിൽ ജൂവലറി വെക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നമുക്ക് പെർഫ്യൂമോ പിന്നെ ലിപ്സ്റ്റിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാം. ഇതൊക്കെ തന്നെ ഞാനൊന്ന് വൃത്തിയാക്കി വെക്കാൻ പോവാണ്. ഇപ്പോൾ ഉള്ള ബോക്സസ് തന്നെ. പിന്നെ അതാ ഈ ഒരു ബോക്സിൽ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് മിനിമൽ ജൂവലറി, ഡെയിലി വെയർ പോലത്തെ ജൂവലറി കുറച്ചും കൂടെ ഫിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഡെയിലി യൂസിന് വേണ്ട കമ്മൽ, മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിലൊക്കെ ഇത് ഈസി ആയിരിക്കും. സോ ഡെയിലി യൂസിന് വേണ്ട മിനിമൽ സിൽവറും പിന്നെ ഗോൾഡ് ജൂവലറി ഞാൻ ഈ ഒരു പൗച്ചിലേക്ക് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഈ ഒരു വലിയ ബോക്സിൽ എനിക്ക് വേണ്ട ഇയറിങ്സ് എല്ലാം സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇയറിങ്സ് ആണ്. സോ അത് നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാം.
ആക്ച്വലി എവറിഡേ മിനിമൽ ജ്വല്ലറിയിൽ വരുന്ന സാധനങ്ങളാണ്. സോ അതും കൂടെ ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുക, അടുക്കി പെറുക്കി വെക്കാം. ഇതൊക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അത്രയും മടിയുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഞാനിങ്ങനെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഒന്ന് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കുന്ന പോലെ. അതായത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ബ്രേക്കൊന്നും എടുക്കാണ്ട് ഫുള്ള് തീർന്നിട്ടേ ഞാൻ പിന്നെ അവിടെ നിന്ന് എണീക്കുള്ളൂ. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് വാർഡ്രോബ് കാണുമ്പം എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും വേറെ തന്നെയാണ്. അപ്പോൾ ഇത്ര നേരം പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച സ്ഥിതിക്ക് നമുക്ക് കിച്ചണിൽ പോയി എന്തെങ്കിലും കുടിക്കാനെടുക്കാം. സോ വൈകുന്നേരങ്ങളിൽ ഞാൻ ചായ കാപ്പി ഇങ്ങനെയൊന്നും കുടിക്കാറില്ല. പകരം എൻ്റെ എന്തെങ്കിലും ഹെൽത്ത് ഡ്രിങ്കാണ് കുടിക്കുന്നത്. സോ ഇന്ന് ഞാൻ വെൽബീയിങ് ന്യൂട്രീഷൻ്റെ ഈ മെറൈൻ കൊളാജനാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇത് നമ്മളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ബെനിഫിഷ്യലാണ്. കൊളാജൻ്റെ യൂസസ് ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ. പിന്നെ ഇതൊരു സ്പോൺസർഡ് കണ്ടൻറ് ഒന്നുമല്ല. കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ കുറച്ച് നാളായിട്ട് ഈ ബ്രാൻഡിൻ്റെ തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഞാനിത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇത്രയും നാളും എടുക്കുന്ന അങ്ങനെയല്ല. ഞാൻ ഏതൊരു ഹെൽത്ത് സപ്ലിമെൻ്റ് ആണെങ്കിലും ഒരു 1 or 2 months ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എവറി ഡേ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു 3 to 4 months ബ്രേക്ക് എടുത്തിട്ടാണ് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. അതിനു മുമ്പ് ഒരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നു. ഭയങ്കര ഫുള്ളായിട്ടിരിക്കുക. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, കിടന്നുറങ്ങും. സോ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല, അത് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്കിലൂടെയും കമൻസിലൂടെയും എന്നോട് പറയുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.